ജിമ്മിമ പോളി. 3ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രാഹത്തെ ദൈവം പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കേട്ടോളൂ. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവം അബ്രാഹത്തോട് പറഞ്ഞത് എന്താണെന്നോ? അബ്രാഹത്തിന്റെ ഏക മകനല്ലേ ഇസഹാക്ക്. ആ ഇസഹാക്കിനെ ദൈവത്തിന് ബലി കഴിക്കണമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് ദഹനബലി കഴിക്കണമെന്നാണ് പറഞ്ഞത്. ദഹനബലി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കല്ലൊക്കെ കൂട്ടി വെച്ചിട്ട് തറയുണ്ടാക്കി അതിന് മുകളിൽ വിറകളെല്ലാം അടക്കി വെച്ച് അതിന് മുകളിൽ ആടിനെ കിടത്തി തീ കൊളുത്തിയ ദൈവം ഭൂമിയിലേക്ക് വരുന്ന മുന്നേ ആൾക്കാർ ഇങ്ങനെയായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പറയുന്നത് ദഹനബലി എന്ന്. എന്നാൽ ഇപ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞതോ ആട്ടിൻകുട്ടിനെ ബലി കഴിക്കാനല്ല, ഇസഹാക്കിനെ ബലി കഴിക്കാനാ. എന്ത് കഷ്ടാലേ ദൈവത്തിന്റെ പരീക്ഷണം. അബ്രഹാം ദൈവം പറഞ്ഞ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അബ്രഹാം അതിരാവിലെ എണീച്ച് കഴുതയെയും 2 വേലക്കാരെയും അങ്ങയുടെ മകനായ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കുള്ള വിറകും വെട്ടി മോറിയ ദേശത്തേക്ക് പുറപ്പെട്ടു. 3ാം നാൾ അവിടെ എത്തിയപ്പോൾ അബ്രഹാം വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുവിൻ, ഞാനും ഇസഹാക്കും ദൈവത്തെ ആരാധിച്ചു വരാം. അവർ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് അബ്രഹാത്തെ വിളിച്ചു. അപ്പാ അപ്പാ. എന്താ മകനെ? അബ്രഹാം വിളി കേട്ടു. ബലിക്കുള്ള വിറകും കത്തിയുണ്ടല്ലോ, ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അബ്രഹാം പറഞ്ഞു. ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവർ മുന്നോട്ട് നടന്നു. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം കല്ലൊക്കെ കൂട്ടി വെച്ചൊരു തറയുണ്ടാക്കി അതിന് മുകളിൽ വിറകളെല്ലാം അടക്കി വെച്ച് അതിന് മുകളിൽ ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തി. പാവം ഇസഹാക്കിന് മനസ്സിലായി, ആട്ടുംകുട്ടീനെ ബലി കഴിക്കാനല്ല, എന്നെ തന്നെ ബലി കഴിക്കാനാ. അബ്രഹാം ബലിക്കുള്ള കത്തിയെടുത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അബ്രഹാത്തെ വിളിച്ചു. അബ്രഹാം അബ്രഹാം. അബ്രഹാം വിളി കേട്ടു. നീ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, ഇസഹാക്കിന്റെ മേൽ കൈവെക്കരുത്, കാരണം നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലായി. കാരണം നിന്റെ ഏക മകനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ മടി കാണിച്ചില്ല. പെട്ടെന്ന് ഒരു ആട്ടിൻകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാം തിരിഞ്ഞു നോക്കി. മുൾച്ചെടികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മുട്ടനാടിനെ അബ്രഹാം കണ്ടു. പെട്ടെന്ന് ഇസഹാക്കിനെ കെട്ടഴിച്ച് താഴെ ഇറക്കി കെട്ടിപ്പിടിച്ച് പകരം മുട്ടനാടിനെ ദൈവത്തിന് ബലി അർപ്പിച്ചു. അങ്ങനെ അബ്രഹാം ദൈവത്തിന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു. വിശ്വാസം പരീക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോഴെല്ലാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ പോലെ വാക്കിലും പ്രവർത്തിയിലും ദൈവത്തിനുള്ള അടിയുറച്ച വിശ്വാസം പ്രകടമാക്കാൻ നമുക്ക് സാധിക്കണം. കൂട്ടുകാരെ, ഇതാണ് അബ്രഹാത്തിന്റെ ജീവിത കഥ നമുക്ക് തരാൻ സന്ദേശം. നന്ദി.